ഈ പൊങ്ങന്റെ കഴിഞ്ഞ ദിവസത്തെ സംസാരം പതിവ് പ്രേക്ഷകരിൽ പലരെയും നിരാശപ്പെടുത്തുകയും ഒപ്പം തന്നെ കുറച്ചൊക്കെ ആളുകളെ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആളുകൾ അത്രത്തോളം നിരാശരായി മാറി എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മുഴുവനായിട്ട് വീഡിയോ കാണാത്തത് കൊണ്ടുള്ള തെറ്റിദ്ധാരണ എന്നുള്ളത് പറയുന്നില്ല. സ്വാഭാവികമായിട്ടും പലരും സ്കിപ്പി കാണുകയും അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, അതിപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ് കേട്ടോ, രസിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം TG സാറൊക്കെ സംസാരിക്കുന്നത് പോലെയുള്ള തമാശകൾ കലർന്ന രീതിയിലുള്ള സംസാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ മുഴുവനായിട്ട് കേൾക്കും. പക്ഷേ എൻ്റെത് ഈ വിരസത പകരുന്ന തരത്തിലുള്ള വിവരണങ്ങളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് മുഷിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാത്തത് കൊണ്ട് മാത്രമല്ല, മുൻവിധിയോടുകൂടി അതല്ലെങ്കിൽ ചില പ്രതീക്ഷകളോടുകൂടി എന്നെ സമീപിച്ചു ആ വിഷയത്തിൽ. കാരണം ആ സംസാരം എൻ്റെ പോലീസ് സ്റ്റേഷൻ അനുഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന നിലയിൽ ഉറപ്പായിട്ടും പോകാൻ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം ആ വീഡിയോയിലൂടെ നടത്തും എന്ന് പറയുന്ന വിചാരത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി വന്നവരുണ്ടാവും. അതല്ലെങ്കിൽ നല്ല ഒന്നാന്തരമായിട്ട് ഇതിനിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ മർദ്ദന വിവരണങ്ങളൊക്കെ ഒന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നവരുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പോങ്ങൻ എന്തോ കാര്യമായ നിലയിൽ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പോങ്സ്കൃതത്തിൽ സർക്കാരിനെ ആക്രമിക്കുകയും പോലീസ് സേനയെ വിമർശിക്കുകയും ചെയ്യുന്നത് കേൾക്കാനുള്ള കൗതുകത്തോടുകൂടി വന്നവർ ഞാനിവിടെ സുവിശേഷ പ്രസംഗം നടത്തിക്കളഞ്ഞു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, നിരാശരായിട്ടുണ്ടാവും. സ്വാഭാവികമല്ല, അത് കുറ്റം പറയാൻ പറ്റില്ല. പോലീസുകാരെ പോങ്ങൻ വെള്ളപൂശി, അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഫാസിസത്തിൽ അല്പം വെള്ളം ചേർത്തു. ഇങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളോട് പ്രത്യേകിച്ചൊന്നും പറയാൻ പോങ്ങനില്ല. മുൻവിധികൾ കൂടാതെ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും കൂടാതെ പോങ്ങനെ ഒന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്തു തന്നെയായാലും എൻ്റെ പോലീസ് സ്റ്റേഷൻ അനുഭവം കേട്ടവരിൽ നിരാശരാവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പോങ്ങന്റെ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പ്രധാനമായും പോങ്ങന്റെ പ്രേക്ഷകരല്ല. തീർച്ചയായിട്ടും അവർ ശ്രീ ഷാജൻ സ്കറിയ, ശ്രീ KM ഷാജഹാൻ എന്നിവരുടെ പ്രേക്ഷകരാണ്. അവരോട് കൂടുതലായിട്ടുള്ള ഒരു ആത്മാർത്ഥതയും സ്നേഹവും ആദരവും ഒക്കെ സൂക്ഷിക്കുന്ന, അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് രാഷ്ട്രീയ ജീവിതം തെളിച്ചുകൊണ്ടിരിക്കുന്ന, സാമൂഹ്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പോങ്ങനെ കേൾക്കുന്ന ആ നിരാശരായ ആളുകളിൽ ഭൂരിപക്ഷം പേരും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീ ഷാജൻ സ്കറിയയ്ക്കും ശ്രീ KM ഷാജഹാനും ഉള്ള അതേ മനോഭാവം തന്നെയാണ് ഈ സർക്കാരിനോട് പോങ്ങനുമുള്ളത്. അങ്ങനെയുള്ളപ്പോൾ പോങ്ങൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ പോങ്ങൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സംസാര സമ്പ്രദായമുണ്ട്, ഒരു രീതിയുണ്ട്. അതിന് നേർ വിപരീതമായിട്ടാണ് പോങ്ങൻ സംസാരിക്കുന്നത്. കാരണം KM ഷാജഹാൻ ഉള്ള അഭിപ്രായമല്ല, ശ്രീ ഷാജൻ സ്കറിയയ്ക്കുള്ള അഭിപ്രായമല്ല പോങ്ങന് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. KM ഷാജഹാൻ ഷാജൻ സ്കറിയയ്ക്കും ഉണ്ടായിട്ടുള്ള അനുഭവത്തിന്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടാവുകയും അതുവഴി എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉദ്ദേശിച്ച നിലയിൽ ഇടതുവിരുദ്ധമോ അതല്ലെങ്കിൽ പോലീസ് വിരുദ്ധമോ ആവുകയും ചെയ്തില്ല. അപ്പോൾ നിരാശയുണ്ടായി. പോലീസിന്റെ സ്വഭാവത്തെ പോങ്ങന്റെ ഒരു അനുഭവം കൊണ്ട് മാത്രം സാമാന്യവൽക്കരിച്ചു എന്ന് വിചാരിച്ച ആളുകളുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് KM ഷാജഹാനും എന്തുകൊണ്ടാണ് ഷാജൻ സ്കറിയയ്ക്കും എന്തുകൊണ്ടാണ് പോങ്ങനും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ പോലീസിൽ നിന്നുണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം ഈ 3 പേർക്കും സമൂഹത്തോടുള്ള കാഴ്ചപ്പാട്, ലക്ഷ്യങ്ങളിലുള്ള വ്യത്യാസം, ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ 3 പേരും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ശ്രീ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ യൂട്യൂബർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന മാധ്യമങ്ങളുണ്ട്. അതുപോലെ KM ഷാജഹാനെ യൂട്യൂബർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട്. എന്നെ യൂട്യൂബർ എന്ന് പറയുന്നത് ആക്ഷേപമായിട്ടല്ല, അത് തീർച്ചയായിട്ടും എനിക്ക് വേണമെങ്കിൽ അംഗീകാരമായിട്ട് എടുക്കാം. പക്ഷെ ഞാനൊരു യൂട്യൂബർ പോലുമല്ല, ഞാനൊരു പ്രതികരണ തൊഴിലാളി മാത്രമാണ്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തി മാത്രമാണ്, അതിനപ്പുറത്തേക്കില്ല. ഞാൻ പറഞ്ഞത് KM ഷാജഹാൻ ആയാലും ശ്രീ ഷാജൻ സ്കറിയ ആയാലും ഒരാൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ശ്രീ ഷാജൻ സ്കറിയെ, KM ഷാജഹാൻ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ, VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇപ്പോഴും സഖാവെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം. രാഷ്ട്രീയ കേരളത്തിൽ സമാന്തരമായിട്ട് ഒരു സ്വന്തം നിലയിൽ വിപ്ലവ നായകൻ എന്ന് പറയുന്ന നിലയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നില്ല. സ്വയം പ്രഖ്യാപിത വിപ്ലവ നായകൻ മാത്രമല്ല, അദ്ദേഹത്തെ വിപ്ലവ നായകനായി കണ്ട് മനസ്സിലാക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അദ്ദേഹം വലിയ ഒരു ഭക്തജന സംഘമുള്ള ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രസ്ഥാനത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ഒരാളാണ് ശ്രീ KM ഷാജഹാൻ. അതുപോലെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഷാജൻ സ്കറിയയ്ക്കും വലിയ സ്വാധീന ശേഷിയുണ്ട്. ഇവരെ പോലല്ല പോങ്ങൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് മനസ്സിലാക്കണം. ആ സ്റ്റേഷനിലേക്ക് എന്നെ വിളിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പേരിൽ അവിടേക്ക് ഒരു രാഷ്ട്രീയ കക്ഷി വിളിച്ചിട്ടില്ല, നേതാവ് വിളിച്ചിട്ടില്ല, പോലീസുകാർ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. അതുപോലാണോ ഷാജൻ സ്കറിയയുടെയും KM ഷാജഹാന്റെയും കാര്യമെന്ന് പറയുന്നത്? അവരിടപെടുന്ന വിഷയം എന്ന് പറയുന്നത് എത്രയോ ഭാരമുള്ള വിഷയങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവരോടുള്ള സമീപനമാണോ എന്നോടുണ്ടാവുക? ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വന്നു, കൈരളി ന്യൂസിനകത്തും പോങ്ങനെ പരാമർശിച്ചുകൊണ്ട് അവർ വീഡിയോ വാർത്ത ചെയ്തു. അതിനപ്പുറത്തേക്ക് നമ്മുടെ സാമ്പ്രദായിക മാധ്യമത്തിൽ എൻ്റെ പേര് വന്നിട്ടില്ല.
ആരും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നെ തേടിക്കൊണ്ട് അവിടെ ക്യാമറകളൊന്നും വന്നിട്ടില്ല. എന്നെ അകത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആ പോലീസുകാരെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ സ്റ്റേഷനിലേക്ക് ചെന്ന് അന്വേഷണത്തോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു. ഞാൻ പറഞ്ഞത് അവിടെ എന്നെ ഉപദ്രവിക്കാൻ ആരും വന്നില്ല, സഹായിക്കാനും അങ്ങനെ നിന്നില്ല. എനിക്ക് എൻ്റെ പിന്നിൽ രാഷ്ട്രീയ കക്ഷികളില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൂലി പോലും നാട്ടുകാരോട് പിരിച്ചു മാത്രം അവിടെ ചെല്ലാൻ പറ്റുന്ന ഞാൻ ഇടതുപക്ഷത്തിനൊരു ഇരയല്ല. അത് പോലീസുകാർക്കും അറിയാം, അത് എന്നെ അറിയാവുന്നവർക്കും അറിയാം. ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ട് നിന്നിട്ടല്ല സംസാരിക്കുന്നത്. എൻ്റെ ഒരു ദേശീയ ബുദ്ധി, സാമൂഹ്യ ബോധം, പൗരബുദ്ധി എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും തീവ്ര വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ല എന്ന് ഞാനൊട്ട് പറയുകയില്ല. പക്ഷെ എനിക്കൊരു സഹായം ചോദിക്കാൻ പൊതുസമൂഹം മാത്രമേ ഉള്ളൂ. അതല്ലാതെ സംഘടനയുടെ ആരുടെയും ഒരു സഹായവുമില്ല, ഉപദ്രവവും എനിക്കുണ്ടാവുന്നില്ല. അതുപോലല്ല മറ്റൊരു രണ്ടുപേരുടെയും കാര്യം. ശ്രീ കെ എം ഷാജഹാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്നിട്ടുള്ള വീഡിയോ പുറത്തു വരുന്ന അതേ സമയം തന്നെയാണ് ശ്രീ കെ എം ഷാജഹാൻ പോലീസ് കസ്റ്റഡിയിലായി 5 മണിക്കൂറോളം നേരം ചോദ്യം ചെയ്യപ്പെടലിന് ഇരപ്പെട്ടിട്ട് അദ്ദേഹവും സ്വതന്ത്രനായി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ രാത്രി തന്നെ പോലീസ് വീണ്ടും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് പോകുന്നു. അപ്പൊ പോങ്ങൻ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണല്ലോ ശ്രീ കെ എം ഷാജഹാൻ ഉണ്ടായത്. അപ്പോൾ പോലീസിനെ കുറിച്ചുള്ള പോങ്ങൻ്റെ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ മനസ്സിലാക്കലുകൾ തെറ്റല്ലേ? അതല്ലെങ്കിൽ പോലീസിൻ്റെ ഇടി കൊണ്ട് ഭയന്നിട്ട് പോങ്ങൻ ഇവിടെ വന്നിട്ട് അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞതല്ലേ എന്ന് വിചാരിക്കുന്ന ശുഷ്കബുദ്ധരായിട്ടുള്ള ആളുകളും നമുക്കിടയിലുണ്ട്. പിന്നെ ഒരു കാര്യം, ശ്രീ കെ എം ഷാജഹാൻ എന്ത് കേസിന്റെ പുറത്താണ് അദ്ദേഹത്തെ വിളിപ്പിച്ചത് സ്റ്റേഷനിലേക്ക്? അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം പെരുമാറുന്ന വിധം എങ്ങനെയാണ്, പ്രതികരിക്കുന്ന വിധം എങ്ങനെയാണ്? ഞാൻ എൻ്റെ അനുഭവം വെള്ളം ചേർത്ത് പറഞ്ഞതല്ല, അല്ലെങ്കിൽ വെള്ളപൂശലും ഇല്ല, വെള്ളം ചേർക്കലും ഞാൻ നടത്തിയിട്ടില്ല. പോലീസുകാരെ വെള്ളപൂശാൻ പറഞ്ഞതല്ല, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഫാസിസ്റ്റ് ബുദ്ധിയിൽ വെള്ളം ചേർത്തതല്ല. പകരം എനിക്കുണ്ടായിട്ടുള്ള അനുഭവം അത് ശുദ്ധമായ നിലയിൽ വിവരിക്കുക മാത്രമാണ് ചെയ്തത്. ഇടതുപക്ഷത്തിന് വേണേ എന്നെ ഒന്ന് കഷ്ടപ്പെടുത്താവല്ലോ. ഞാൻ ജാമ്യം എടുക്കാതെ ചെന്നതാണ്. ജാമ്യമില്ലാത്ത ഒരു വകുപ്പിട്ടുകൊണ്ട് എന്നെ പിടിച്ച് വേണമെങ്കിൽ റിമാൻഡിലാക്കാമല്ലോ. അതൊന്നും അവർ ചെയ്തില്ല. അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടേ? നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത്, ഓരോരുത്തരും ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്നത് ഓരോ ലക്ഷ്യത്തോടു കൂടിയാണ്. എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാവും. ശ്രീ കെ എം ഷാജഹാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് വലിയ നിലയിലുള്ള പിന്തുണകളുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടുന്ന ഒരു ഉൽപ്പന്നമാണ് താനെന്ന് കെ എം ഷാജഹാൻ സ്വയം വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കേസുകളും ഇതുപോലുള്ള വർത്തമാനങ്ങളും വാർത്തകളും ഒക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് കേസ് വേണം. അതുകൊണ്ടായിരിക്കുമല്ലോ നേരെ ഇറങ്ങി വന്നിട്ട് വീണ്ടും രൂക്ഷമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് തെളിവുകളുണ്ട്, വിജയനെ ഞാൻ ഇപ്പൊ തീർക്കും എന്നും പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നെ പിടിച്ച് വീണ്ടും അകത്തിടുമെന്ന് പറഞ്ഞ ആഹ്വാനം പോലെയാണ് തോന്നിപ്പോകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആ തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ സാധ്യതയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ശ്രീ ഷാജൻ സ്കറിയെ സംബന്ധിച്ച് അദ്ദേഹം എന്ന് പറയുന്ന ഇതൊരു ബിസിനസ് കൂടിയാണല്ലോ. അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന, അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കച്ചവടം നോക്കും. തെറ്റ് പറയാൻ പറ്റില്ല. വരുമാനമുണ്ടായാൽ മാത്രമേ ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ ഓരോ ലക്ഷ്യമുണ്ട്, ആവശ്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പങ്കിടുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കാൻ കൂടിയുള്ള, എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ കൂടിയുള്ള ഒരു ഉപായവും കൂടിയാണ്. ഈ സാങ്കേതിക സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സമൂഹത്തിലേക്ക് എൻ്റെ തോന്നലുകളും ആശങ്കകളും അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ പങ്കിടുന്നു സഹജീവികളോട്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വരവുണ്ടെങ്കിൽ അത് സന്തോഷവും നൽകുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കീശയിൽ കാശില്ലെങ്കിൽ ഞാൻ വളരെ അന്തസ്സായി യാചിക്കും. 2000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അവിടേക്ക് പോകാൻ, കൊല്ലത്തേക്ക് പോകാൻ. ഞാൻ ചോദിച്ചു, തെണ്ടി. എനിക്കൊരു നാണക്കേടും തോന്നിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ രംഗത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തീവ്ര വലതുപക്ഷത്തിന് ഗുണമാകുന്ന നിലയിലുള്ള സംസാരമാണ് ഞാൻ നടത്തുന്നത്. എന്നിട്ട് ഞാൻ ദരിദ്രനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നാണം കെടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് തെണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, തെണ്ടുന്നതിൽ നാണക്കേട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? രാവിലെ ഉണരുന്ന സമയത്ത് നമ്മുടെ പ്രകൃതിക്കോ നമ്മുടെ സമൂഹത്തിനോ മലവും മൂത്രവും വിയർപ്പും മാത്രം കൊടുത്താൽ പോരാ. നമ്മളൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ, ഓരോ വിഷയത്തിലുമുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു അവസരമുള്ളപ്പോൾ അത് വിനിയോഗിക്കണം എന്ന് പറയുന്ന ഒരു താല്പര്യവും കൂടി ഉള്ളതുകൊണ്ട്, ചിന്ത കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്നെ കേൾക്കൂ, എൻ്റെ നിരീക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ.
എനിക്ക് സാമൂഹ്യ മൂല്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സാംസ്കാരിക നായകനാവേണ്ട ആവശ്യമില്ല, എനിക്ക് സമൂഹത്തിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല, എനിക്കിതൊന്നും ആവശ്യമില്ല. നല്ല മനുഷ്യരെ നല്ലതായി പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നാവാട്ടുന്നത്. ചീത്ത മനുഷ്യരെ ചീത്തയായി പറയുക എന്ന് പറയുന്നതും ഈ സംസാരത്തിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രതീക്ഷയും ആവേശവും നൽകുന്ന പെരുമാറ്റം പോലീസുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാവുമ്പോൾ പകപുരസരമല്ലാത്ത ഒരു സമീപനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതായി മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് എന്റെ സമൂഹത്തോട് വിളിച്ചു പറയുന്നു. അതിലെന്താ തെറ്റിരിക്കുന്നേ? അതല്ലേ അതിന്റെ ശരിയെന്ന് പറയുന്നത്. അല്ലാതെ അമ്മമാർ ഇടിച്ച് പഴുപ്പിച്ചെന്നെ വിട്ടിട്ട് നല്ലത് പറഞ്ഞ് ഭീഷണി പറഞ്ഞു വിട്ടതല്ലല്ലോ. എന്ത് സന്തോഷമായിട്ടാണെന്നറിയോ, ഞാൻ ആ വഴിയൊക്കെ പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് അവിടെ ഒന്ന് കയറി ഞാൻ കണ്ട പോലീസുകാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഒരു നമസ്കാരവും പറഞ്ഞു പോവും. അത് എൻ്റെ ഒരു സ്നേഹമാണ്. അത് ആ സംവിധാനം എനിക്ക് നൽകിയിട്ടുള്ള ഒരു സമാധാനത്തോടുള്ള എൻ്റെ ഒരു നന്ദിയാണ് ഞാൻ അതിനെക്കുറിച്ച് നല്ലത് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യാനിരുന്ന ഒരു പയ്യനെ പോലീസുകാരനയുടെ പ്രശ്നമൊന്നുമില്ല നീ വാ എന്ന് പറഞ്ഞ് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നൊരു കാഴ്ച കണ്ടു. അങ്ങനെ ഇല്ലേ പോലീസുകാർ? ഏത് സേനയിലുമുണ്ട് നല്ല ആളുകളും ചീത്ത ആളുകളും. നന്മയുള്ളവരെ വാഴ്ത്തുക, തിന്മയുള്ളവരെ വീഴ്ത്തുക. ഈ ബോധം സമൂഹത്തിനുണ്ടായാൽ മതി. അതുകൊണ്ട് ഞാൻ ഭാഗ്യവശാൽ നന്മയുള്ള കുറേ പോലീസുകാരെ കാണാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ ആ അവസരത്തിൽ നന്ദിയുള്ളവനാണ്. പ്രകൃതിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കർമ്മം എന്ന് പറയുന്നതിനോട് ഞാൻ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ഭയമൊന്നുമില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും അതേ ഉറച്ചു വിശ്വസിക്കുന്നു. കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം ഒരുപക്ഷെ അപ്പോൾ നമുക്ക് ആ നിമിഷം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സമൂഹം വിലയിരുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രകൃതി തീർച്ചയായിട്ടും വിലയിരുത്തുന്നുണ്ട്. നമുക്ക് പണി തരും തെറ്റ് ചെയ്താൽ. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഓർത്തത്. കഴിഞ്ഞ ദിവസം ശ്രീ KM ഷാജഹാൻ എൻ്റെ പോരാട്ട വീര്യം, എൻ്റെ ധാർമ്മികമായിട്ടുള്ള എൻ്റെ ഈ ഊർജം എനിക്ക് നൽകുന്നത് അന്തരിച്ച VS അച്യുതാനന്ദനാണ് എന്ന മട്ടിൽ ഒരു സംസാരം നടത്തിയപ്പോൾ ഞാൻ ശ്രീ KM ഷാജഹാനോട് പറയാണ്, പ്രകൃതിയിൽ അപാരമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് പറയാണ്, സ്നേഹം കൊണ്ട് പറയാണ്, നിങ്ങൾ ഒരു 10-14 കൊല്ലം മുൻപ് ACV എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ, ഏഷ്യൻ കേബിൾ വിഷൻ, ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല, അത് യൂട്യൂബിലുണ്ടോയെന്നും എനിക്കറിയില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ACV എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ നിങ്ങൾ നൽകിയിട്ടുള്ള അഭിമുഖ സംഭാഷണം നിങ്ങളൊന്ന് ഓർത്തെടുക്കണം ശ്രീ ഷാജഹാൻ. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു ദിവസം മുന്നേ ഉള്ളതാണ്. Und die Auchsten und singen vom Duft